ജഗൻ അവരെ വേഗത്തിൽ തൻ്റെ കാറിലേക്ക് എത്തിച്ചു. കാറിൻ്റെ പിൻസീറ്റ് തുറന്ന് നീലിമയെ അതീവ ശ്രദ്ധയോടെ അവൻ കിടത്തി. തുടർന്ന് വിറച്ചുകൊണ്ടിരുന്ന അരുണിനെ അവളുടെ അരികിലേക്ക് ഇരുത്തി അവൻ ആശ്വസിപ്പിച്ചു. അമ്മക്കൊന്നും സംഭവിക്കില്ല മോനെ, ദാ അങ്കിളിപ്പോൾ ആശുപത്രിയിലെത്തിക്കാം, മോൻ ധൈര്യമായിട്ടിരിക്ക്. അവൻ്റെ ശബ്ദത്തിൽ ആർദ്രത അരുണിൻ്റെ കുഞ്ഞു മനസ്സിലെ ഭയം തെല്ലൊന്ന് കുറച്ചു. അരുൺ കരച്ചിലൂടെ അമ്മയുടെ തണുത്ത കൈകൾ മുറുകെ പിടിച്ചിരുന്നു. ജഗൻ തൻ്റെ ഡ്രൈവറോട് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. എഞ്ചിൻ അയാൾ സ്റ്റാർട്ട് ചെയ്തു. വേഗം വണ്ടി വിട്, ജഗൻ ഡ്രൈവറോടായി പറഞ്ഞു. ആ ആഡംബര കാർ റോഡിലൂടെ ട്രാഫിക്കിന് കീറി മുറിച്ചുകൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് ലക്ഷ്യമാക്കി അതിവേഗം പാഞ്ഞു. കാറിലിരിക്കുമ്പോഴും ജഗൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ കൈകളിൽ വന്ന് വീണ ഈ പെണ്ണിനെയും കുഞ്ഞിനെയും എന്ത് വില കൊടുത്തും ഇനി താൻ സുരക്ഷിതനാക്കും എന്ന് മാത്രം. അജയൻ എന്ന ക്രൂരൻ്റെ നീൽ പോലും ഇനി അവരുടെ മേൽ പതിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീലിമ അജയനോട് പറഞ്ഞ വാക്കുകൾ ഓർത്തപ്പോൾ ജഗൻ്റെ മനസ്സിൽ അവളോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. ഇത്രയും വലിയൊരു തകർച്ചയിലും തളരാതെ നിൽക്കാൻ ശ്രമിക്കുന്ന സ്ത്രീ വെറുമൊരു അബലയല്ല എന്ന് ജഗൻ തിരിച്ചറിയുകയായിരുന്നു. വളരെ ഉപകാരമുണ്ട് സർ, എന്നെയും എൻ്റെ മോനെയും അവിടെ നിന്നും രക്ഷിച്ചതിന്. തളർന്നു കിടക്കുന്ന അവളുടെ ശബ്ദം വിറച്ചുകൊണ്ട് പറഞ്ഞു. ഉപകാരം എന്നൊന്നും പറയരുത് നീലിമ, നീ ചിലപ്പോൾ ജീവിതം ചിലരുടെ മുന്നിലേക്ക് കൊണ്ടുവരും, അതിൽ കണക്കുകളൊന്നും ഉണ്ടാകില്ല, ജഗൻ അവളോട് ശാന്തമായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ നീലിമ ഒരു നിമിഷം അവനെ നോക്കിയിരുന്നു. എന്തുകൊണ്ടോ ആ മനുഷ്യൻ്റെ ശബ്ദം അവളുടെ ഉള്ളിൽ സുരക്ഷിതത്തിൻ്റെ തോന്നൽ സൃഷ്ടിച്ചു. പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ ജഗന് പരിചയമുള്ള ഒരു ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണിച്ചു. അപ്പോഴേക്കും മുറിയുടെ വാതിൽ തുറന്ന് നേഴ്സ് അകത്തേക്ക് വന്നു. മാഡം, പോലീസിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മൊഴി നൽകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വാക്കുകൾ കേട്ടതും നീലിമയുടെ മുഖം വിളറി. അജയൻ്റെ ഭീഷണികൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. എന്നാൽ അതേ നിമിഷം ജഗൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ പതിഞ്ഞു. ഭയപ്പെടേണ്ട, നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആരും നിർബന്ധിക്കില്ല, നിയമം നിങ്ങളുടെ ഭാഗത്താണ്. ആ ഉറച്ച വാക്കുകൾ കേട്ടപ്പോൾ നീലിമയുടെ ഉള്ളിൽ ഭയത്തിനൽപ്പം അയവ് വന്നു. എന്നാൽ മുറിക്ക് പുറത്തുള്ള ഇടനാടിയിൽ മറ്റൊരാൾ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അജയൻ. നീലിമ ആശുപത്രിയിലെത്തിയെന്ന വിവരം എങ്ങനെയോ അവൻ അറിഞ്ഞു. അവരെ പിന്തുടർന്നു വന്നു. അവൻ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ മുറിക്ക് മുന്നിൽ കാവൽ നിൽക്കുന്ന ജഗനെ കണ്ട നിമിഷം അവൻ്റെ കണ്ണുകളിൽ പക ആളിക്കത്തി. നീലിമയെ എന്നിൽ നിന്ന് രക്ഷിച്ചുവെന്ന് കരുതുന്നുണ്ടോ ജഗന്നാഥ നീ? ഇത് ഇവിടെ തീരില്ല, പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അജയൻ മനസ്സിൽ പറഞ്ഞു. പിന്നീട് പോലീസുക്ക് മൊഴിയെല്ലാം കൊടുത്ത് ജഗൻ അവിടെ നിന്നും ഇറങ്ങി. അവൾക്ക് ഫോൺ നമ്പറും കൊടുത്തു. അജയൻ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴും അവളുടെ അടുത്ത് എത്താനായിട്ട് അപ്പോഴാണ് അവൾ അങ്ങോട്ട് രജനി വന്നത്. നീ എവിടെ പോയിരുന്നടേ? നിന്നെ ഞാൻ എത്ര തിരഞ്ഞു. അത് ജഗൻ എന്നവരാണ് എന്നെയും അരുണിനെയും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. പിന്നെ പോലീസിന് മൊഴിയെല്ലാം കൊടുത്തു. അത് നന്നായിടേ. വാ, ഇനി നീ എങ്ങോട്ട് പോകും? രജനി നീലിമയോടായി ചോദിച്ചു. എനിക്കൊരു ഐഡിയയുമില്ല എങ്ങോട്ട് പോകണം എന്നുള്ളത്. അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അവരാണ് ഉത്തമ ഭാര്യ എന്ന സങ്കല്പമാണ് രണ്ടു പേർക്കും ഉള്ളത്. എന്നാൽ നീ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോര്, അതും പറഞ്ഞ് രജനി അവരെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്ന് അജയൻ നാശം ഈ സമയത്ത് തന്നെ കയറി വന്നല്ലോ. അവൻ അവളോട് പിറുപിറുത്തു. അവൻ്റെ കാറെടുത്ത് അവനും പോയി. ഇനി അവളുടെ അടുത്തെത്താനായി അവിടെ ഒരിക്കലും തനിക്ക് അവളെ കിട്ടില്ല എന്നും അജയന് മനസ്സിലായി. സാഹചര്യങ്ങൾ എത്ര തനിക്കെതിരെ പ്രതികൂലമായാലും ജീവിതത്തോട് തോറ്റുകൊടുക്കില്ലെന്ന് മനസ്സിൽ ഉറച്ചതായിരുന്നു നീലിമ രജനിയുടെ വീട്ടുപടിക്കൽ എത്തിയതും. ചെറിയൊരു വീടായിരുന്നു അത്. ഓടുമേഞ്ഞ മേൽക്കൂരയും മുന്നിൽ കുറച്ച് പൂച്ചെടികളും ഇരുവശത്തായി ഒരു ചെറിയ തുളസിത്തറയും. ആ വീടിന് വലിയ ആഡംബരങ്ങളൊന്നുമില്ല. പക്ഷെ നീലിമക്ക് ആ നിമിഷം അതൊരു കൊട്ടാരം പോലെയായി തോന്നി. ഇനി കുറച്ച് ദിവസങ്ങളും ഇവിടെ സമാധാനമായി കഴിയാം, അവൾ മനസ്സിൽ പറഞ്ഞു. അരുണിനെ കിടക്കയിൽ കിടത്തിയ ശേഷം രചന അടുക്കളയിലേക്ക് നടന്നു. കുറച്ചു സമയത്തിനകം ചൂടുള്ള ഭക്ഷണം കൊണ്ട് ഇരുവർക്കും വിളമ്പി. വിശപ്പോടെ ഭക്ഷണം കഴിക്കുന്ന അരുണിനെ നോക്കുമ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ ശേഷം രചന അവളുടെ അരികിൽ വന്നിരുന്നു. നീലിമേ, ഇനി എന്താ നിന്റെ പ്ലാൻ? അവൾ മൃദുവായി ചോദിച്ചു. നീലിമ കുറച്ചു നിമിഷം മൗനമായി നിന്നു. എനിക്കറിയില്ല രചന, പക്ഷെ ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ എനിക്ക് പറ്റില്ല. എനിക്കൊരു ജോലി വേണം. അവളുടെ ശബ്ദത്തിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. രചന ചെറുതായി പുഞ്ചിരിച്ചു. ഞാനും വലിയ ജോലിയും വന്നല്ല ചെയ്യുന്നത്. പഠിച്ച രീതിക്ക് യോജിച്ച ജോലി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല.
അടുത്തുള്ള ഒരു തയ്യൽ കടയിലാണ് ഞാൻ തന്നെ ജോലി ചെയ്യുന്നത്. അവിടെ എനിക്കും എന്തെങ്കിലും അവസരം കിട്ടുമോ? പ്രതീക്ഷയോടെ നീലിമ ചോദിച്ചു. നാളെ എന്നോടൊപ്പം വാ, ഉടമയോട് ഞാനും സംസാരിക്കാം. ആ വാക്കുകൾ കേട്ടപ്പോൾ നീലിമയുടെ മുഖത്ത് ആദ്യമായി ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അവളുടെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. ജീവിതം തിരികെ പിടിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, തന്നെ തകർത്തവൻ്റെ മുന്നിൽ ഒരിക്കലും വിജയിയായി നിൽക്കണം ഞാൻ. ആ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അതേ ചിന്തകളായിരുന്നു അവളുടെ മനസ്സിൽ. അടുത്ത ദിവസം രാവിലെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് ഒരു പുതിയ മെയിൽ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടതും അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. അവൾ ഉടനെ തന്നെ മെയിൽ തുറന്നു. അതിലുള്ള വിവരങ്ങൾ വായിച്ചു. കണ്ണുകളിൽ അത്ഭുതവും പ്രതീക്ഷയും ഒരുമിച്ച് വന്നു. വീട്ടിലെ ചിലവുകൾക്കായി തങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു രചന. എന്നാൽ നീലിമയുടെ ലക്ഷ്യം അതിലും വലുതായിരുന്നു. ആ മെയിൽ അവളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. അറിയാത്ത ഒരു വഴിയിലൂടെ ആദ്യ ചുവടായിരുന്നു അത്. പക്ഷേ ആ വഴിയുടെ അറ്റത്ത് അവളെ കാത്തിരുന്നത് വിജയമാണോ, അതോ ജീവിതത്തിൽ വീണ്ടും ഇരുട്ടിലായെത്തുന്ന ഒരു വലിയ അപകടമാണോ? അതൊന്നും അറിയാതെ നീലിമ ആ ജോലിയിലേക്ക് ചുവട് വെക്കുകയായിരുന്നു.